അതിന് യാതൊരു വിരോധവുമില്ല. ആനന്ദം തന്നെയാണ്. പക്ഷെ ആനന്ദ വിജ്ഞാനം അവിടെയാണോ? ഓക്കെ, ആനന്ദത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലെന്നാണ്. ആനന്ദത്തെ മുക്തിയിൽ അനുഭവിക്കാൻ സാധ്യമല്ല. എന്താണ്? ഏതാനന്ദത്തെ? സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ. അത് പ്രത്യേകം പറയും. സ്വസ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ ആണ് എന്തുകൊണ്ട് പറയുന്നു? കാര്യകരണ അഭാവേ. അവിടെ കാര്യകരണങ്ങളൊന്നുമില്ല മുക്തിയിൽ. മുക്തിയിൽ ഈ ശരീരമില്ല, കരണം മനസ്സ്. ആനന്ദത്തെ അനുഭവിക്കാൻ എന്തെങ്കിലും വേണ്ടേ? എന്തുകൊണ്ട് അനുഭവിക്കും? മനസ്സ് വേണ്ടേ? മനോവൃത്തികൾ വേണ്ടേ? ഇപ്പോൾ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആ മനോവൃത്തികളിലൂടെ സുഖത്തെ അനുഭവിക്കുന്നു. മുക്തിയിൽ ഈ ശരീരമില്ല, കാരണം മനസ്സൊന്നുമില്ല. പിന്നെ എങ്ങനെ ആനന്ദത്തെ അനുഭവിക്കും? സ്വരൂപാനന്ദത്തെ സാധ്യമല്ലാന്നർത്ഥം. കാര്യകരണാഭാവ്യ അനുഭവത്തെ വിജ്ഞാനസ്. അതൊന്നും മുക്തിയാണ്. ശരീരം ഇല്ലാതായി പോകുന്ന മുക്തി, കരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന മുക്തി, അതാണ് ശരിയായ മുക്തി. കേവലം ആത്മാവ് മാത്രം ശേഷിക്കുന്ന മുക്തി എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം അതാണ്. ശരീരവിയോഗോ ഹി മോക്ഷ ആത്യന്തിക. അത് പറയുന്നു ആത്യന്തികമായ മോക്ഷം എന്ന് പറയുന്നത് ശരീരവിയോഗം തന്നെ, ഈ ശരീരനാശം തന്നെ. അത് തന്നെയാണ് ആത്യന്തികമായ മോക്ഷം. അതാണ് പറയുന്നത് സ്വാമി സമാധിയായി, അപ്പോഴാണ് മുക്തി. സമാധിയായാലേ മുക്തിയുള്ളൂ എന്നാണ്. ജീവിച്ചിരിക്കുമ്പോഴുള്ള മുക്തി അത് ഗൗണമായ മുക്തിയാണ്. മുക്തി കിട്ടണമെങ്കിൽ ചാകണമെന്ന് ചുരുക്കം. ചാകാതെ മുക്തിയില്ല, ചത്താലേ മുക്തിയുള്ളൂ എന്നാണ്. ഇതിലൂടെ അഭിപ്രായ വ്യത്യാസമാണ്. ഇപ്പൊ ജീവൻ മുക്തൻ എന്നൊക്കെ പറയുന്നത്, ആത്മജ്ഞാനി, ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമാണ്. അതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും മുക്തിയുണ്ട്. പക്ഷെ മുഖ്യമായ മുക്തി എന്ന് പറയുന്നത് എന്താണ്? മരണശേഷമേ ഉള്ളൂ മുക്തി. ഇത് ശങ്കരാചാര്യർ തുറന്നു പറയുന്ന ഒരു വലിയ സത്യമാണ്. കാരണം തത്വജ്ഞാനിയാണ്, ശരി, മുക്തനാണ് എന്നെല്ലാം പറഞ്ഞാലും ശരി, ഒരാൾ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ, അതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ആ പൂർണ്ണത എന്ന് പറയുന്നത് സാധ്യമല്ല. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പലരും ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാം നെറ്റി ചുളിച്ച് തന്നെ നോക്കിയിട്ടുണ്ട്. ഇയാൾ എന്ത് വിവരക്കേടാ പറയുന്നു. പറയാൻ ഒരു കാരണം ഇതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ശരീരനാശം, ചത്തു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കുള്ള മോക്ഷമുള്ളൂ. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഈ മുക്തിയെ യോഗത്തോടു കൂടി ചേർത്തിട്ട് ചിലർ മുക്തിക്ക് പല സ്റ്റെപ്പുണ്ടെന്ന് പറയുന്നു. ബ്രഹ്മവിത്ത്, പിന്നെ ബ്രഹ്മവിത്ത് വരൻ, വരീയാൻ, വരിഷ്ഠൻ. വരിഷ്ഠനായി കഴിഞ്ഞാൽ പിന്നെ വ്യവഹാരമില്ല. അതാ പറയുന്നു. സ്വയം ന വേത്തി കിഞ്ചിന്ന വേദിതോപി തഥൈവ. സ്വയം അറിയത്തുമില്ല, മറ്റുള്ളവരെ അറിയിച്ചാൽ അറിയത്തുമില്ല. അങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേരും. അത് ജ്ഞാനയോഗ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. ജ്ഞാനയോഗ അദ്വൈതമാണ്. യോഗത്തോടെ അവിടെ ചേർക്കുന്നു, യോഗത്തിന് കൂട്ടുപിടിക്കുന്നു. അല്ലാതെ അങ്ങനെ ഒരു അവസ്ഥയിലെത്താൻ പറ്റില്ല. വൃത്തി നിരോധ രൂപത്തിലുള്ളതാണ്. അവിടെ പിന്നെ വ്യവഹാരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം നിൽക്കുമോ? നിൽക്കത്തില്ല. ശരീരം പതിക്കും. അതോടുകൂടി പൂർണ്ണമുക്തിയായി. അതിന് മുമ്പുള്ള ഓരോ അവസ്ഥയിലും എന്താണോ ആ മുക്തപുരുഷൻ ഈ ലോകത്തെ വിടുന്നു, വ്യവഹാരത്തെ വിടുന്നു, ഭാഗികമായി വിടുന്നു. ആ ഭാഗികമായി വ്യവഹാരത്തെ വിടുന്നതിനനുസരിച്ചാണ് വിഭജനം.
വരൻ, വരിയാൻ, വരിഷ്ഠൻ. യോഗവാസിഷ്ഠത്തിലും മറ്റും അങ്ങനെ വിശദീകരിക്കുന്നു. വാസിഷ്ഠത്തിലാണ് അത് പറയുന്നത്. അപ്പോ അങ്ങനെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ട്? ബ്രഹ്മവിത്ത്, ആ ബ്രഹ്മബോധമുള്ളവന്റെ മുക്തി പൂർണ്ണമല്ല എന്നാണ്. മുക്തി എന്ന് പറയുമ്പോൾ എന്താ? എല്ലാത്തിലും നിന്നുള്ള മുക്തിയായിരിക്കും. സുഖദുഃഖാദികളിൽ നിന്നുള്ള മാനസികമായ ദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി, ശാരീരികമായ പീഡകളിൽ നിന്നുള്ള മുക്തി, പ്രാണപീഡയിൽ നിന്നുള്ള മുക്തി, ഇതെല്ലാം സംഭവിച്ചാലേ മുക്തി എന്ന് പറയാൻ പറ്റും. അപ്പോൾ മുക്തപുരുഷന്മാരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരും കാണുന്നുണ്ട്. അവരും ഇതെല്ലാം വിധേയരായിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലും കോപതാപങ്ങളെല്ലാം വരുന്നുണ്ട്. അവരുടെ ശരീരത്തിലും വ്യാധികൾ വരുന്നു. അവർക്കുമുണ്ട് പ്രാണപീഡ. എന്താണ്? വിശപ്പും ദാഹവും. ഇതെല്ലാം മുക്തരെന്ന് പറയുന്നവരിലും കാണുന്നുണ്ട്. പക്ഷെ അവർ പറയും എന്താണോ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും സുസ്വരൂപമായിരിക്കുന്ന തത്വത്തെ, ആത്മതത്വത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. അത് ശരിയാണ്. പക്ഷെ അവിടെ വേറൊന്നുകൂടി മനസ്സിലാക്കണം. ഇതൊന്നും ശരീരധർമ്മങ്ങളോ മാനസിക ധർമ്മങ്ങളോ പ്രാണധർമ്മങ്ങളോ ഒന്നും ഒരിടത്തും ആത്മാവിനെ ബാധിക്കുന്നില്ല. ജ്ഞാനിയിലും ബാധിക്കുന്നില്ല, അജ്ഞാനിയിലും ബാധിക്കുന്നില്ല. അജ്ഞാനിയുടെ ആത്മാവിനെ ബാധിക്കുന്നോ? ഇല്ല. എന്തുകൊണ്ട്? ആത്മാവ് സർവത്ര നിർലേപമായിരിക്കുകയാണ്. അത് ഒരിടത്തും ബാധിക്കുന്നില്ല. അജ്ഞൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തവനും അറിയാത്തവനും ഇതിലെല്ലാം മുഴുകിയിരിക്കുന്നവനും അത് സംബന്ധിച്ചു അവന്റെ സ്വരൂപത്തെ ഇത് ബാധിക്കുന്നില്ല. പിന്നെന്താ വിശേഷം? തത്വജ്ഞന്റെ സ്വരൂപത്തെയും ബാധിക്കുന്നില്ല. അപ്പൊ വിശപ്പും ദാഹവും ഒക്കെ അനുഭവിക്കുകയും സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ശരീരപീഡകൾ അനുഭവിക്കുകയും ചെയ്തിട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സ്വസ്വരൂപമായിരിക്കുന്ന വിജ്ഞാനമാനന്ദ സ്വരൂപമായിരിക്കുന്ന തത്വത്തെ ബാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് ശരിയാണ് താൻ എന്ന് പറഞ്ഞാൽ അത് ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ബോധം അതുണ്ട്. അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആത്മബോധം ഉണ്ട്, അത് ശരിയാണ്. ആത്മബോധം ഉള്ളപ്പോൾ തന്നെ അവിടെ എങ്ങനെയാണോ അജ്ഞനിൽ ഈ പീഡകൾ കാണുന്നത് പോലെ ആ തത്വജ്ഞാനിയിലും പീഡകൾ ഉണ്ട്. അത് പരമാർത്ഥമല്ല, ശരിയാണ്. അത് തന്നെ ബാധിക്കുന്നില്ല, ശരിയാണ്. പക്ഷെ അതെല്ലാം അവിടെ അതിന്റെ പ്രതീതി എന്നുള്ള നിലയ്ക്കെങ്കിലും അതിനെ അംഗീകരിച്ചേ മതിയാവും. രോഗം വന്ന് നിലവിളിക്കുന്നു, അത് ശരി, എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ നിലവിളിക്കുന്നുണ്ടല്ലോ. വേദന ഉണ്ടായിട്ടില്ലേ നിലവിളിക്കുന്നു? വേദന ഇല്ലാത്തതുകൊണ്ടാണോ? ശരി, അത് ബോധമുണ്ടല്ലോ, അത് ശരിയാണ്. ബോധം എന്താണ്? ഇവിടെ പറഞ്ഞു ബോധം കേവലം ജ്ഞാപകമാണ്, കാരകമല്ല. തന്നിൽ ഇതൊന്നുമില്ല എന്നുള്ള ബോധം അത് നിലനിൽക്കുന്നു. ബോധത്തിന് ബോധിപ്പിക്കാനേ കഴിയും. ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മാറ്റിമറിക്കാനൊന്നും ബോധത്തിന് കഴിയില്ല. അത് കാരകമല്ല. ഒന്ന് പ്രവർത്തിക്കുന്നതിന് കഴിയില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ തലവേദന വന്നു കഴിഞ്ഞാൽ ശരി, ഞാൻ ആത്മാവാണ്, ആത്മാവിന് തലവേദനയില്ല എന്ന് പറയുന്ന ബോധം വരാം. പക്ഷെ തലവേദന മാറണമെങ്കിൽ പാരാസെറ്റമോൾ കഴിച്ചാലേ പറ്റൂ. ഇതാണ് പാരാസെറ്റമോൾ എന്ന് പറയുന്നത്. എന്താണ്? കാരകം. ആത്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ബോധകം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനികളും
ദുഃഖനിവൃത്തിക്ക് വേണ്ടി ബാഹ്യമായ ഉപായങ്ങളെ അവലംബിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ കടുത്ത ജ്ഞാനികളും രോഗം വന്നാൽ മരുന്ന് വാങ്ങി കഴിക്കും. കഴിച്ചേ പറ്റൂ. എന്തിനാ? അത് പ്രാരബ്ധമാണെന്ന് പറയും. അത് സമ്മതിച്ചു, പ്രാരബ്ധം തന്നെയാണ്. പക്ഷെ മരുന്നെന്തിനാ? ബാഹ്യമായ ഒരു ഉപായത്തെ എന്തിനാ അവലംബിക്കുന്നു? അതിന്റെ ആവശ്യം എന്തുകൊണ്ട്? രോഗമില്ലല്ലോ. ശരീരമില്ലാത്തതാണ് എവിടെയാ രോഗം? പിന്നെന്തിനാ വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നു? ഒരു പല്ലുവേദന വന്നാൽ പോലും സഹിക്കാൻ പറ്റത്തില്ല. അത് ചെയ്തേ തീരും. അപ്പൊ അവിടെ എന്തോ ഒരു തകരാറുണ്ട്. എന്തിന് ബാഹ്യമായ ഉപായങ്ങളെ ദുഃഖനിവൃത്തിക്ക് വേണ്ടി ആശ്രയിക്കുന്നു? തന്നിൽ പരമാർത്ഥത്തിൽ ദുഃഖമില്ലാന്ന് അറിഞ്ഞിട്ടും. അപ്പൊ അതിന് പറയും എന്താണ്? ശരീര പ്രാരബ്ധം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പ്രതീതമാകുന്നു. എന്താ ജ്ഞാനം കൊണ്ട് ഈ പ്രതീതി ഇല്ലാതാക്കാത്തത്? അത് സാധ്യമല്ല. ജ്ഞാനം കൊണ്ട് ഈ പ്രതീതി ഇല്ലാതാക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പറയാം എന്താണ്? ഞാൻ ആത്മാവാണ്, എന്നിൽ സുഖദുഃഖാദികളില്ല എന്ന് പറയാം. ആ സുഖദുഃഖാദികൾ അനുഭവിക്കുന്നുണ്ടല്ലേ പറയുന്നു. ദുഃഖം അനുഭവിക്കുമ്പോൾ നിലവിളിച്ചിട്ടാണല്ലോ പറയുന്നത് എന്നിൽ അതില്ല എന്ന്. അപ്പോൾ ശങ്കരാചാര്യർ പറയുന്നതാണ് പരമാർത്ഥം. എന്താണ്? മുക്തി ചത്താലേ കിട്ടത്തുള്ളൂ. അതുവരെയുള്ള മുക്തി എന്താണോ അത് ഗൗണമുക്തി. അതാണ് ഒരു അജ്ഞനെയും ജ്ഞാനിയും തമ്മിൽ വേർതിരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ജീവത് മുക്തി എന്ന് പറയുന്നത് ഗൗണമായ മുക്തിയാണ്. എന്തുകൊണ്ട്? അത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. എന്തുകൊണ്ട്? തത്വജ്ഞാനം കൊണ്ടുള്ള മുക്തിയാണ് ഇവിടെ പറയുന്നത്. തത്വജ്ഞാനം കൊണ്ടുള്ള മുക്തി, അതായത് അദ്വൈതി പറയുന്ന മുക്തി. അത് നേരത്തെ പറഞ്ഞല്ലോ, മുക്തിക്ക് വേണ്ടി യോഗത്തെ കൂടെ കൂട്ടുപിടിക്കണം. പ്രപഞ്ചത്തെ വിസ്മരിക്കണം, ശരീരത്തെ വിസ്മരിക്കണം, രോഗപീഠാദികളെല്ലാം വിസ്മരിക്കണം. അപ്പോ അതിന് ഉള്ള യോഗസിദ്ധികൾ, യോഗസമാധിയും മറ്റും വേണം. അങ്ങനെയുള്ള യോഗസമാധി ഉണ്ടെങ്കിൽ ഇതെല്ലാം അറിയാതിരിക്കാം. അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്താലും മതി, ഒന്നും അറിയാതിരിക്കാൻ. യോഗസമാധി എന്ന് പറയുന്നത് അതുപോലെയുള്ളൂ, അനസ്തേഷ്യ പോലെയുള്ളൂ. മണിമന്ത്ര ഔഷധയ സിദ്ധ യോഗസൂത്രത്തിൽ തന്നെ പറയുന്നില്ല, സിദ്ധികൾ ഔഷധം കൊണ്ടും വരാം. ഔഷധം കൊണ്ടുവരുന്ന സമാധിയാണ് അനസ്തേഷ്യ. അവിടെ അറിയുന്നില്ലല്ലോ. വളരെ പാടുപെട്ട് സമാധിയിൽ ഇതൊക്കെ അറിയാതിരിക്കുന്നതിന് പകരം ഡോക്ടറെ അടുത്ത് പോയാൽ മതി, അറിയാതിരിക്കാം. എന്നാലും വേദനയുടെ തീവ്രത അത് ആ ബോധക്കേടിനെ അതിജീവിക്കുമെന്നാണ്. ചില പ്രത്യേക രോഗം വന്ന് വേദന അനുഭവിക്കുന്നവർക്ക് എത്ര കടുത്ത അനസ്തേഷ്യ കൊടുത്താലും ശരി, വീണ്ടും അവരെ രോഗം വേദന പീഡിപ്പിക്കും. അപ്പോൾ അത്തരം ഉപാധികളെക്കാൾ ശക്തമാണ് മനസ്സിന്റെ പ്രാണന്റെയൊക്കെ പ്രവർത്തനം. ഇനി വേദനയൊക്കെ അങ്ങനെയുണ്ടല്ലോ, ചില ആൾക്കാർ മാനസികമായ ശക്തി, അതുകൊണ്ട് വേദനയൊക്കെ എതിർത്ത് നിൽക്കും. അത് മാനസികമായ ശക്തിയുള്ളവർ, തൻ്റെ ഇടമുള്ളവർ. ചിലർ ചെറിയ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബോധം കെട്ട് വീഴും. ചിലരങ്ങനെയല്ല, കടുത്ത വേദനയും പല്ല് കടിക്കാതെ നേരിടും. യോദ്ധാക്കളും മറ്റും അവരുടെ ഒരു കൈ മുറിഞ്ഞു പോയാൽ മറ്റേ കൈ കൊണ്ട് വാളെടുത്ത് യുദ്ധം ചെയ്യും. എന്തിന്? ശിരസറ്റുപോയ ഒരു സിഖ് ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിരസറ്റുപോയിട്ട് അദ്ദേഹം കയ്യിൽ വാളും എടുത്തുകൊണ്ട് ശത്രുക്കളുടെ ഇടയിൽ പോയി യുദ്ധം ചെയ്തു. അത്ര ശക്തിയുള്ളവരുണ്ട് കുറച്ചു സമയത്തേക്ക്. അത് സാധിച്ചെന്ന് വരാം, അതിശയോക്തിയല്ല. അതെല്ലാം എന്താണ്? മാനസികമായ സിദ്ധികൾ. അപ്പോൾ അത്തരം സിദ്ധികൾ കൊണ്ട് എല്ലാം വേദനയെ
അകറ്റി നിർത്താം, ദുഃഖത്തെ അകറ്റി നിർത്താം. അതുമെല്ലാം എന്താണ്? തത്വജ്ഞാനം കൊണ്ടല്ല അവിടെയൊന്നും. അങ്ങനെ വരുന്നിടത്ത് പോലും മാനസിക ശക്തിയുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി നിർത്താൻ പറ്റും, ഒരു പരിധി വരെ. അപ്പോൾ തത്വജ്ഞാനിക്ക് അങ്ങനെ ഒരു മാനസിക സിദ്ധി വിശേഷം ഉണ്ടെങ്കിൽ സുഖദുഃഖാദികളെയൊക്കെ അതിജീവിക്കാൻ പറ്റും. അതൊക്കെ അതിജീവിച്ചാലും ശരി, പ്രാണധർമ്മത്തെ അതിജീവിക്കാൻ പ്രയാസമാണ്. പ്രാണധർമ്മം എന്താണ്? വിശപ്പും ദാഹവും. കോപതാപങ്ങളെയൊക്കെ ജയിച്ചവനും വിശപ്പും ദാഹവും ജയിക്കാൻ പറ്റില്ല. വിശന്നാൽ എന്താണ്? ഈ ബ്രഹ്മവിത്ത് വരൻ യോഗത്തിലൂടെ അങ്ങനെ ഒരു നിലയിലെത്തിയാൽ പോലും സ്വയം അവന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വന്നാലും അവന്റെ വാക്കകത്ത് ഭക്ഷണം ഇട്ട് കൊടുത്താൽ ദഹിക്കുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെയും പ്രാണധർമ്മം പ്രവർത്തിക്കുന്നു. അവിടെ ഈ ശരീരം ഭക്ഷണം കൊണ്ട് നിലനിർത്തുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ സ്വാധീനം, ജീവനുള്ള സ്വാധീനം, പ്രത്യേകം ജ്ഞാനത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ജ്ഞാനത്തിന് ഇതിനെ അതിന് വേണമെങ്കിൽ മറ്റ് സിദ്ധിവിശേഷങ്ങൾ വേണം. മാനസികമായ ശക്തികൾ വേണം, അല്ലെങ്കിൽ പ്രാണശക്തി വേണം. അതിന് യോഗത്തിന്റെയും മറ്റും അഭ്യാസം വേണം. യോഗമോ മന്ത്രമോ തന്ത്രമോ എന്തെങ്കിലുമൊക്കെ വേണം. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് മുക്തി ശരിക്കും മരണശേഷം. അതേ മുക്തിയുള്ളൂ. അതുവരെ എത്രയൊക്കെ മുക്തി ആയാലും ശരി, അതിന് പോരായ്മയുണ്ട്. മറ്റെല്ലാം മാനസികമായ ശക്തിവിശേഷങ്ങളെ കൊണ്ട് സുഖദുഃഖാദികളെയൊക്കെ അകറ്റി നിർത്തിയാലും പ്രാണധർമ്മത്തെ, ഈ പ്രാണബന്ധം ഉള്ളിടത്തോളം കാലം ഈ ശരീരവുമായിട്ട് മാറ്റി നിർത്താൻ പ്രയാസമാണ്. അപ്പം മുക്തനായാലും ശരി ഈ പീഡകൾ അനുഭവിക്കേണ്ടി വരും. അനുഭവത്തിന് വ്യത്യാസങ്ങൾ അജ്ഞന്റേതുപോലെ. അനുഭവങ്ങൾ അയാളുടെ ബോധത്തെ നശിപ്പിച്ചില്ല എന്ന് വരും. പക്ഷേ ശരീരാദികളിൽ വരുന്ന, ഇന്ദ്രിയ മനസ്സുകളിൽ വരുന്ന രോഗഫലമായി വരുന്ന പീഡകൾ അയാൾക്ക് കണ്ടേ അറിഞ്ഞേ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ അനുഭവിക്കുമ്പോൾ അയാൾക്ക് പറയാം, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയാം, നിലവിളിച്ചുകൊണ്ട് പറയാം. നിലവിളിക്കാതെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ പൂർണ്ണത സാധ്യമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സുഖദുഃഖാദികൾക്ക് അന്ധഃകരണം വിധേയമാകും, പ്രാണൻ വിധേയമാകും, അതിന്റെ ധർമ്മങ്ങൾക്ക്. അതിനെല്ലാം മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പറയുന്നതാണ് ആത്യന്തികമായ സത്യം. ശരീരവിയോഗോ ഹി ആത്യന്തികം മോക്ഷ എന്ന് പറയുന്നത്. മുമ്പ് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു എന്ന് ചിലർ ചോദിക്കും. സ്ഥിതപ്രജ്ഞൻ എല്ലാം ഇതിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയാൽ മതി. ശരീരമുണ്ടോ? അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കും. പിന്നെ വേറെന്ന് പറയുന്നതാണോ? ആ തത്വജ്ഞന് സ്വദൃഷ്ടിയിലൊന്നുമില്ല, പരദൃഷ്ടി, കാണുന്നവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ എന്ന് പറയാം. അത് ശരിയാണ്. സ്വദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? സ്വസ്വരൂപം, അത് വിജ്ഞാനം, ആനന്ദമാണ്. ഇവിടെ സുഖദുഃഖാദികളില്ല എന്നുള്ള ബോധമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ പരദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ശരീരബോധം വരുമ്പോൾ അവിടെ അത് പ്രതീതിയാണ്. ശരി, പ്രതീതിയാണെങ്കിലും ആ പ്രതീതിയായി തന്നെ സുഖദുഃഖാണ്. മറ്റൊരു ഉദാഹരണം പറയുന്നതാണ് മരുമരീചിക. അത് സത്യമാണെന്നറിയുന്നവന് അതിൻ്റെ പിന്നാലെ പോയി അതിൻ്റെ വെള്ളം കുടിക്കാത്തതിലുള്ള, കിട്ടാത്തതിലുള്ള നിരാശ, ദുഃഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയും. അതുപോലെ തത്വജ്ഞാനിക്കും ദുഃഖമില്ല എന്ന് പറയും. മരീചിക്ക് പോയി വെള്ളം കുടിക്കാത്തതുകൊണ്ട് അയാൾക്ക് ദുഃഖമില്ലല്ലോ, സത്യം അറിഞ്ഞവനാണ്. അത് വെള്ളമില്ല, അതാണ്.
അതും ശരിയാണ്. അതായത് മാനസികമായ ദുഃഖങ്ങൾ അങ്ങനെ വിഷയബന്ധം കൊണ്ടുണ്ടാകുന്ന, വിഷയത്തോടുള്ള ആസക്തി കൊണ്ടുണ്ടാകുന്ന ആ ദുഃഖങ്ങളെ വിവേകം കൊണ്ട് വിവേകിക്കതില്ല. കാരണം ആസക്തി വരുന്നില്ല, അതുകൊണ്ടില്ല. ജ്ഞാനം ദുഃഖത്തെ ഇല്ലാതാക്കിയതല്ല. മറ്റെന്താണ്, അവിടെ ഭ്രാന്തി ഉണ്ടായി, അത് ജലമാണെന്ന്. ഉടനെ അതിനെ തുടർന്ന് അവരുടെ മനസ്സിൽ ഇച്ഛയുണ്ടായി, പ്രവൃത്തിയുണ്ടായി, പ്രവൃത്തി വിഫലമായി ദുഃഖമുണ്ടാകുന്നു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അനാത്മ വിഷയങ്ങളോട് ആസക്തി ഉണ്ടാകുന്നില്ല. ആസക്തിയുടെ ഫലമായി ഉണ്ടാകുന്ന കർമ്മം ഉണ്ടാകുന്നില്ല. ആ കർമ്മത്തിന്റെ ഫലമായി വരുന്ന, കർമ്മത്തിന്റെ വിപരീത ഫലങ്ങളായി വരുന്ന ദുഃഖം ഉണ്ടാകുന്നില്ല. അത്രമാത്രം ശരിയാണ്. പക്ഷേ ഈ ശാരീരിക ദുഃഖങ്ങൾ അവിടെ എന്തു പറയുന്നു? അവിടെ ദുഃഖം ഉണ്ടാകുന്നെങ്കിലും ആ പ്രതീതിയുണ്ട്. ജലമെന്നുള്ള പ്രതീതിയുണ്ട് അവിടെ, അതില്ലാതാകുന്നില്ല. ജലപ്രതീതിയുണ്ട്. ജലം ഓണമടിക്കുന്നെല്ലാം കാണുന്നുണ്ട്. അതുപോലെ ഇവിടെയും ദുഃഖപ്രതീതിയുണ്ട്. എങ്ങനെ? ശാരീരിക ധർമ്മങ്ങളായിരിക്കുന്ന, പ്രാണധർമ്മങ്ങളായിരിക്കുന്ന അവയുടെ എല്ലാം പ്രതീതിയുണ്ട്. അപ്പോൾ ദുഃഖപ്രതീതിയുണ്ടെന്ന് പറഞ്ഞാൽ പ്രതീതി അനുഭവമാണ്. പ്രതീതി എന്ന് പറഞ്ഞാൽ അനുഭവമാണ്, ദുഃഖാനുഭവമുണ്ട്. അതിന് ശരി, അതിന് വ്യത്യാസം വരാം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു വിവേകിയുടെ ദുഃഖം എന്ന് പറയുന്നത്? അതിന് ദുഃഖത്തിന് താരതമ്യമുണ്ട്. മൃദു, മന്ദം, മധ്യം, തീവ്രം, തീവ്രതരം, തീവ്രതമം, അങ്ങനെ പോകും. അപ്പോൾ തത്വജ്ഞാനി തന്റെ വിവേകം കൊണ്ട്, അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തതാണ്, അവിടെ അതിന് താരതമ്യം വന്നേക്കാം. അത് മന്ദമാകാം, പക്ഷെ അതവിടെ ഉണ്ടായിരിക്കും. അത് ആ തത്വജ്ഞന്റെ ശാരീരിക മാനസിക അതിന് പറയും പ്രാരബ്ധമെന്നേ പറയാൻ പറ്റും. അതനുസരിച്ച് ആ സുഖദുഃഖ പ്രതീതികളുണ്ടാകും. ആ പ്രതീതി രൂപത്തിലുള്ള ദുഃഖാദികളെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. അത് അനുഭവിക്കും, പക്ഷെ അയാൾക്ക് ആ ബോധം നഷ്ടപ്പെടുന്നില്ല. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധം നഷ്ടപ്പെടുന്നില്ല. അതിനെക്കുറിച്ചുണ്ടായിരുന്ന അജ്ഞാനം അത് നഷ്ടമായി. അതൊക്കെ ശരിയാണ്, അതൊക്കെ നിലനിൽക്കുന്നു. പക്ഷെ എന്നാലും ഈ ശരീരം അല്ലെങ്കിൽ ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഒരു അപൂർണത, അത് ഈ ശരീരനാശം വരെ നിൽക്കും. അതുകൂടെ നശിച്ചാലേ ഉള്ളൂ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം ഇവിടെ അദ്വൈതത്തിൽ മുക്തി എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മസ്വരൂപമാണ്. മുക്തി ആത്മസ്വരൂപമാണ്. അപ്പോൾ ഈ ശരീരം കൂടി പോയാൽ, ഈ പ്രതീതി കൂടി പോയാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? കേവലമായ ആത്മസ്വരൂപം. അതാണ് മുക്തി. കേവലമായ ആത്മസ്വരൂപമാണ് മുക്തി. ഇവിടുത്തെ മുക്തി എന്ന് പറയുന്നത് എന്താണ്? ഈ ജാഗ്രതത്തിലെ മുക്തി എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഒരാൾ മുക്തനാകുന്നത് പോലെയുള്ളൂ. സ്വപ്നത്തിൽ ഒരാൾ മുക്തനായ അത് സ്വപ്നത്തിലേക്കുള്ള മുക്തി, അത്രയേ ഉള്ളൂ. സ്വപ്നം വിട്ടുകഴിഞ്ഞാലോ പിന്നെ ആ മുക്തിയാണോ? അല്ല, ജാഗ്രതത്തിൽ വേറെയായി. അതുപോലെ ജാഗ്രതത്തിലെ മുക്തിയും അത് സ്വപ്നത്തിലെ മുക്തി പോലെയുള്ളൂ. ഈ ജാഗ്രതത്തിലെ മുക്തിയാണ് പറയുന്നത് ജീവൻ മുക്തി എന്ന് പറയുന്നു. സ്വപ്നത്തിലെ മുക്തി എന്ന് പറയും സ്വപ്നം മുക്തി. ആ സ്വപ്നത്തിലെ മുക്തി നമ്മൾ സ്വപ്നത്തിൽ വളരെ കേമമായിട്ടൊക്കെ അനുഭവിക്കും. പക്ഷെ സ്വപ്നം പോയാലോ? മുക്തിയും പോയില്ലേ, പിന്നെ വേറെ ലോകമായി. അതുപോലെ ഈ ജാഗ്രത മുക്തി, അതും ഈ ജാഗ്രത തീരുമ്പോൾ തീരുന്നു. ഈ ശരീരനാശം എന്ന് പറയുന്നത് ഈ ജാഗ്രതത്തിന്റെ തന്നെ നാശമാണ്. ശരീരമല്ലെങ്കിൽ പിന്നെ ഈ ജാഗ്രതത്തിൽ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ജാഗ്രത. അതാണ് ഇവിടെ പറഞ്ഞത് കാര്യകരണങ്ങൾ. ഈ കാര്യകരണങ്ങളില്ലാതെ വന്നാൽ അവിടെ പിന്നെ കേവലമായ ആത്മസ്വരൂപം നമ്മൾ പറയും. സ്വാമി സമാധിയായി. അതുകൊണ്ടാണ് സ്വാമിമാരുടെ സമാധിയൊക്കെ ആഘോഷിക്കുന്നത്. അതിനെക്കുറിച്ച് ബോധമുള്ളവർ
സമാധിയെ ആഘോഷിക്കുക ചെയ്യുന്നു. അവനെന്താ അയാൾ പൂർണ്ണമായും മുക്തനായി. അവിടെ ദുഃഖാചരണമല്ല, കരിങ്കൊടി പിടിക്കത്തില്ല. അവിടെ അത് ആനന്ദിക്കും. കാരണം ഒരു ജീവൻ ഇതിൽ നിന്നെല്ലാം മുക്തനായി. അത് ജീവൻ മുക്തനായിരുന്നു, പക്ഷെ അവിടെ വിദേഹമുക്തനായി. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ശരീര വിയോഗോ ഹി മോക്ഷ ആത്യന്തികമായ മോക്ഷം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഈ ശരീരനാശത്തോടുകൂടിയാണ്. അതുകൊണ്ട് പറയും എല്ലാവരും മരിച്ചാലും മുക്തരാകുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ആത്യന്തികമായ മോക്ഷം വേണമെങ്കിൽ ഇവിടെ ജ്ഞാനം വേണം, ഈ ജാഗ്രതയിലെ മുക്തി വേണം, ജീവൻ മുക്തി വേണം. തത്വജ്ഞാനം കൊണ്ട് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധം കൊണ്ട് മുക്തിയുടെ നേടണം എന്നേ ഉള്ളൂ. ശരീരാഭാവേജ കർണ അനുഭവത്തിൽ ആശ്രയാഭാവ. ഈ ശരീരമില്ലാതെ വന്നാൽ എങ്ങനെ മുക്തിയാകുന്നു? അവിടെ കർണമില്ല. ഈ സുഖദുഃഖങ്ങളെ പ്രതീതമാക്കുന്ന ഈ മനസ്സില്ല, ഈ പ്രാണനില്ല, വിശപ്പും ദാഹവും ഒക്കെ അനുഭവിപ്പിക്കുന്നു. അതാണ് ശരീരാഭാവേജ കർണാനുഭവത്തിൽ ആശ്രയാഭാവ. ഈ മനസ്സിനും ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ, സുഖദുഃഖാദി അനുഭവങ്ങളെ ഉണ്ടാക്കണമെങ്കിൽ, വിഷയസമ്പർക്കത്തിലൂടെ ഇതിനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, പിന്നെ ഈ പ്രാണന് വിശപ്പും ദാഹവും എല്ലാം വിഷയസമ്പർക്കത്തിലൂടെ ഉണ്ടാക്കണമെങ്കിൽ ഈ ശരീരം വേണം, സ്ഥൂല ശരീരം വേണം. അതില്ല. പിന്നെ കർണമെന്ന് പറയുമ്പോൾ മനസ്സും പ്രാണനും മാത്രമല്ല, അതിനോട് ചേർന്നിരിക്കുന്ന എല്ലാം പോയി. നമ്മൾ പറയുന്ന വാസനകൾ, സംസ്കാരങ്ങൾ എല്ലാം പോയി. അല്ലെങ്കിൽ പറയാം സൂക്ഷ്മ ശരീരം എല്ലാം പോയി. അതില്ല, ഇതിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. ഇത് പോയി കഴിയുമ്പോൾ എന്താണ് തത്വജ്ഞാനിയെ സംബന്ധിച്ച്, അജ്ഞനെ സംബന്ധിച്ചല്ല, തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഇതെല്ലാം പോയിരിക്കുന്നു, എല്ലാം അവസാനിച്ചിരിക്കുന്നു. സ്ഥൂല ശരീരനാശം പോലെ തന്നെ സൂക്ഷ്മ ശരീരനാശം സംഭവിച്ചു, കാരണശരീരനാശവും സംഭവിച്ചിരിക്കുന്നു. കാരണശരീരം എന്ന് പറയുന്നത് എന്തിനാണ്? ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ, അതും നശിച്ചു, അതും നശിച്ചിരിക്കുന്നു. അപ്പോൾ മുക്തനായി. അതുകൊണ്ടാണ് ശരീരവിയോഗത്തിലാണ് ആത്യന്തികമായ മോക്ഷം എന്ന് പറയുന്നത്. ഇതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം. പിന്നെ ജീവൻ മുക്തിയെ പരമമായ മുക്തി എന്ന് പറയും. അത് പറയുന്നത് തന്നെ സ്തുതിച്ച് പറയുന്നതാണ്. ജീവൻ മുക്തിയോട് മുമുക്ഷുക്കൾക്ക് അതിൽ ശ്രദ്ധയുണ്ടാകാനും അതിനു വേണ്ടിയുള്ള ഉപായങ്ങളെ പ്രവർത്തിക്കാനും വേണ്ടി അർത്ഥവാദപരമായി പറയും. അതാണ് പരമം, അതിനപ്പുറം ഇല്ല എന്ന് പറയും. അത് അർത്ഥവാദമാണ്. പരമമായ മുക്തി എന്ന് പറയുന്നത് തത്വജ്ഞാനിയുടെ ശരീരനാശത്തോടുകൂടി സംഭവിക്കുന്നതാണ്. തത്വജ്ഞാനിയുടെ ഒന്ന് പ്രത്യേകം ചേർക്കണം.